അറിഞ്ഞൂടെങ്കിൽ താൻ എന്നോട് ചോദിക്കും താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന്. എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്ക് അറിയാമോ എന്ന് താൻ എന്നോട് ചോദിക്കാം. അപ്പോ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്നും ഞാൻ ആരാണെന്നും. ഓഹോ, ധന്യ ചേച്ചി. അഭിനേതാക്കളുടെ മികവിനേക്കാളും ഗാംഭീര്യമുള്ള സംഭാഷണത്തെക്കാളും പാട്ടിന്റെ ശ്രുതിയേക്കാളും നൃത്തത്തിന്റെ താളത്തെക്കാളും നർമ്മത്തിന് നമ്മുടെ മനസ്സിനെ ചിരിപ്പിക്കുവാനും ചിന്തിപ്പിക്കുവാനും കഴിയും. പച്ചാളം ബാസിയുടെ നവരസങ്ങളും തട്ടത്തിൻ മറയത്തിലെ അബ്ദുവിന്റെ സ്ക്രൂവും ദാസന്റെയും വിജയന്റെയും ജീവിതാനുഭവങ്ങളും CID മൂസയുടെ അബദ്ധങ്ങളും ഇവയെല്ലാം നമ്മെ മതുമറിഞ്ഞ് ചിരിപ്പിച്ച രംഗങ്ങളാണ്. എത്ര കണ്ടാലും മതി വരാത്ത ഈ രംഗങ്ങൾ വീണ്ടും നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾ ഒരുക്കുന്നു ഈ വേദി. ആക്ഷൻ റീപ്ലേ. ആദ്യമായി തന്നെ ഇന്നത്തെ ജഡ്ജസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് മിസ്റ്റർ ഡോക്ടർ D. Jayan, a popular and well-known film and serial actor. Next, we have Vishnu Raghav, a famous upcoming film actor, famous for his role in Teevram. Next, we have Jitin Lal, assistant director of Sunny Wayne's Villain and Dhanush's Bollywood debut, Ranjana. Next, we have Seena Chechi, our alumni, who was the best actor for our inter-house drama 1 year. Now, let's enjoy the demo organized by St. Thomas Residential School. വാ പൊളിച്ച് വെച്ച് അകത്തോട്ട് ഒഴിക്കും. ഇത് കണ്ടോ, ചപ്പാത്തിയും കോഴി വറുത്തതും. നിന്റെ ചള്ള വയറ് നിറച്ച് തിന്ന് ആർത്തി പറയട്ടെ. എവിടുന്നോ? എന്റെ കയ്യിലുള്ള കാശ് കൊടുത്തു വെച്ച് വാങ്ങിച്ചു. അല്ലാതെ നിന്നെ പോലെ കയ്യിൽ കാശ് വെച്ച് എച്ചിത്തരം കാണിക്കുന്ന സ്വഭാവം എനിക്കില്ല. നീ ഇത് കണ്ടോ, 100 രൂപയുടെ നോട്ട്. ഒറ്റ നോട്ടായിട്ട് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ നീ? എവിടുന്ന് മോഷിച്ച? മോഷണം നിന്റെ അച്ഛന്റെ ജോലിയാണ്. അല്ല, നിനക്ക് ഇത്രയും കാശ് എവിടുന്ന് കിട്ടാൻ? നീ രാജയോഗം എന്ന് കേട്ടിട്ടുണ്ടോ? എന്നാ അങ്ങനെ ഒന്നുണ്ട്, അതെന്റെ ജാതകത്തിലുണ്ട്. ഇന്ന് കാലത്ത് മുതൽ രാജയോഗം എനിക്ക് തുടങ്ങിയിരിക്കുകയാണ്. രാജകുമാരി രാജയോഗവുമായി രാവിലെ ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. ആര്? തെളിച്ചു പറ. എന്തൊരു ഐശ്വര്യമാണെന്ന് നോക്ക്. കണ്ണുകളുണ്ടല്ലോ, നമ്മുടെ 2 വൈരക്കല്ല് എടുത്ത് വെച്ച് കൊല്ലിക്കും. മൂക്കിന്റെ കാര്യമാണെങ്കിൽ പിന്നെ പറയണ്ട. മൂക്കില്ലേ? മൂക്കുണ്ട്, പക്ഷെ നിന്റെ പോലത്തെ നത്ത് മൂക്കല്ലടേ. മുഖവും ചുണ്ടൊക്കെ ഉണ്ടല്ലോ, നല്ല ചവചവാന്നിരിക്കും. ഞാൻ വിചാരിച്ചത് സായിപ്പിന്റെ കുട്ടിയാണ്. നല്ല സ്റ്റൈലും വേഷം. ഇംഗ്ലീഷ് ആണെങ്കിൽ പിന്നെ ചടപടപടപടപട. അല്ല, നീ കേൾക്കണം, നമ്മുടെ ഈ സ്റ്റൈലൊക്കെ കണ്ടപ്പോ അവൾ എന്നോട് ചോദിക്കാണ്, would you like to share some nice time with me and we'll go and enjoy the band, we'll come back and we'll share. എന്ന് വെച്ചാ, ഓ നിനക്ക് എന്നെ പോലെ ഇംഗ്ലീഷ് അറിഞ്ഞൂടല്ലോ. നിനക്കറിയാവുന്ന ഇംഗ്ലീഷ് 2 വാക്കല്ലേ, വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. അത്രയും അറിഞ്ഞാ മതി. അത് വെച്ച് നിന്നെ പോലെ ഒരു കാളയെ എത്ര കാലം തീറ്റി പോറ്റിയില്ലേ? എനിക്ക് നിന്റെ തീറ്റയും വെള്ളവും വേണ്ടെങ്കിലാ. അവൾ എന്നോട് പറയാണ്, hey handsome, I am going to take you with me. എടാ സുന്ദരക്കുട്ട, ഞാൻ നിന്നെ ദത്തെടുത്തോട്ടെ എന്ന്. ഞാൻ പിന്നെ ഓക്കെ എന്ന് പറഞ്ഞു. 1000 rupees എടുത്തു തന്നു. എന്നിട്ട് പറയാണ്, ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്, സീ യു ടുമോറോ, സ്വീറ്റ് ഡ്രീം. അവിടെ വരെ കഥ നിൽക്കുകയാണ്. അവളെവിടെ താമസം? അവളെവിടെ താമസം? ഹോട്ടൽ റോയൽ ടവറിൽ, റോയൽ സൂട്ടിൽ നന്ദിനി തമ്പുരാട്ടി ഫ്രം റോയൽ ഫാമിലി വിശ്രമിക്കുകയാണ്. നാളെ കാലത്ത് ഞങ്ങൾ പിന്നെ കണ്ടു. എനിക്ക് 2 ഫോട്ടോസ് എടുത്താൽ കൊള്ളാവുന്നുണ്ടറിയാ. നീ എന്നെ നന്നായിട്ടത് പരിചയപ്പെടുത്തി തരണം. നന്നായിട്ടെന്നല്ല, നിനക്ക് ഞാൻ പരിചയപ്പെടുത്തി തരികയില്ല. ബിക്കോസ് യു ആർ എ പര എച്ചി. നിനക്ക് നന്ദിനി തമ്പുരാട്ടിയെ പരിചയപ്പെടാനുള്ള സ്റ്റാറ്റസ് ഇല്ല. നീ വെറും ചീപ്പാണ്. എങ്കിലും ഇത്രയും കാലത്തെ ഫ്രണ്ട്ഷിപ്പ് വെച്ച് നിനക്ക് ഞാനൊരു ഫേവർ ചെയ്യാം. മിക്കവാറും ഞങ്ങൾ അടുത്ത ആഴ്ച സിംഗപ്പൂരിലേക്ക് പോവാണ്. എവിടെ? സിംഗപ്പൂരിലേക്ക്. അവിടെ ഞങ്ങൾ ഇങ്ങനെ ലാവിഷായിട്ട് ജീവിക്കുമ്പോ ഇവിടെ ടൂറിസ്റ്റുകളുടെ ഇടയിൽ ക്യാമറയെ കടിച്ചു തൂക്കി കുറച്ച് നടക്കുന്നത് നിനക്ക് സിമ്പതിയുടെ പുറത്ത് വല്ലപ്പോഴും കുറച്ച് ഡോളേഴ്സ്, ഐ മീൻ സിംഗപ്പൂർ ഡോളേഴ്സ്, മണി ഓർഡർ ആയിട്ട്, എങ്ങനെ മണി ഓർഡർ ആയിട്ട് അയച്ചു തരാം.
ഇപ്പോ എന്റെ രാജയോഗത്തിന്റെ ട്രീറ്റ് ആയിട്ട് ഇതെടുത്ത് വെച്ച് നക്ക്. യെസ്. എന്താ ആന്റണി? ഹോട്ടലിലേക്ക് എല്ലാം പറഞ്ഞു. ഓ അളിയാ, ഞാനൊന്ന് ഹോട്ടലിലോട്ട് പോയിട്ട് വരാം. തമ്പുരാട്ടിക്ക് എന്തെങ്കിലും അത്യാവശ്യം കാണും. രാത്രി ഞാൻ ചിലപ്പോഴേ വരുള്ളൂ. ഡിന്നർ അവരുടെ കൂടെ ആയിരിക്കും. ചിലപ്പോൾ ഞാൻ അവിടെ കിടന്നുറങ്ങിയെന്ന് വരും. പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ, ഓക്കെ? എന്നെ ആരെങ്കിലും അന്വേഷിച്ചാൽ ഞാൻ ഹോട്ടൽ റോയൽ ടവറിൽ കാണുമെന്ന് പറയണ്ട. അവർക്കൊരു ഡിസ്റ്റർബൻസ് ആയാലോ. ഓക്കെ, ബൈ. See you. എന്താ പ്രശ്നം? എന്റെ കണ്ണുകൊട്ടാണ് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ? താനാ ഇതിനെ ഇവിടെ കൊണ്ടുവിട്ടത്. തമ്പുരാട്ടി ഞാൻ നിൽക്കല്ലേ, അങ്ങോട്ട് ചോദിക്കും. എന്താ ഉണ്ടായത്? റൂം തരാന്ന് പറഞ്ഞ എന്നെ ഇവിടെ പിടിച്ചിരുത്തിട്ട് റൂം തരുന്നില്ല. റൂമില്ലെങ്കിൽ റൂമില്ലെന്ന് പറയണം. വെറുതെ ആളെ പിടിച്ചെടുത്ത് മെനക്കെടുത്തത്. നിങ്ങളല്ലേ എന്നോട് റൂം കൊടുക്കാന്ന് പറഞ്ഞത്? പക്ഷേ ഇത് അഗതി വന്നൊരു സത്രമൊന്നുമല്ല. കാശില്ലാതെ റൂം കൊടുക്കും. കാശില്ലെന്ന് ആര് പറഞ്ഞു? അവരോട് ചോദിക്കും. കാശില്ലെന്ന് പറഞ്ഞോ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. കഷ്ടമുണ്ട്. നിങ്ങൾ ഒരു ഉരുണ്ട് കളിക്കരുത്. എനിക്കറിയാം അവരെങ്ങനെ പറയില്ലെന്ന്. താൻ അവർ പറഞ്ഞു കൂടി ചോദിച്ചത് എന്താ പറഞ്ഞേ? അങ്കമാലിയിലത്തെ പ്രധാനമന്ത്രി എന്റെ അമ്മാനാണ്, അങ്ങനോട് പറഞ്ഞ കാശ് അയച്ചു തരുമെന്ന് പറഞ്ഞു. അമ്മാവനെ വിളിച്ചു പറഞ്ഞ കാശ് അയച്ചു തരുന്ന അവര് പറഞ്ഞില്ലേ? നിങ്ങൾക്കൊന്ന് ഫോൺ ചെയ്ത് അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞു? പ്രധാനമന്ത്രി. അപ്പൊ ഈ കഴുത പറയാ എന്റെ അമ്മാവന്റെ വകയല്ല ഈ ഹോട്ടലിന്. അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ അമ്മാവന്റെ വകയാണോ ഈ ഹോട്ടലിന്? അപ്പൊ അവൻ എന്നെ എടിന്ന് വിളിച്ചു, ഞാൻ അവനെ പട്ടിന്ന് വിളിച്ചു. അപ്പൊ ഒരുത്തൻ എന്നെ അടിക്കാൻ വന്നപ്പോ ഞാൻ എന്റെ കൊടയെടുത്ത് അവന്റെ വയറ്റത്ത് ഒറ്റ കുത്തി. എന്റെ കൊടയെ പിടിച്ച് വലിച്ചപ്പോ ദാ അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് ഞാൻ തറയിൽ എറിഞ്ഞു പൊട്ടിച്ചു. പിന്നെ ഒരുത്തൻ എന്നെ പിടിക്കാൻ വന്നപ്പോ ഞാൻ ഫോൺ എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു. എന്നിട്ട് ഒരുത്തൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു അവന്റെയാണ് ഈ ഹോട്ടലിന്. അപ്പൊ ഞാൻ അവന്റെ അപ്പുവിനെയും അമ്മുവിനെയും ഒക്കെ ചീത്ത പറഞ്ഞു. അവൻ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞപ്പോ ദാ അവിടെ ഇരിക്കുന്ന പൂച്ചട്ടി എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു കൊടുത്തു. അവനെ ആസ്പത്രി കൊണ്ടുപോയി. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. വട്ടാണല്ലേ? എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നു, അതെന്താ? നാരായണക്കുട്ടി, ഇതാണോ നീ പറഞ്ഞ കക്ഷി? ഹലോ മാഡം, വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. എന്റെ മേത് തുടരുത് കൊരങ്ങൻ. എന്തോന്നടേ ഇത്? ഇതിന് വട്ടുണ്ടോ? പിന്നെ നീ തമ്പുരാട്ടിയും തൃപ്പൂണിത്തുറ എന്നൊക്കെ പറഞ്ഞതോ? നീ വാ. ഞാൻ പറഞ്ഞ സത്യമാണ്. അവക്ക് പ്രാന്താണ്. എന്റെ ദൈവമേ, ചങ്ങല കെട്ടിരിക്കുന്ന എവിടുന്നോ പൊട്ടിച്ചോണ്ട് വന്നതാ. നീ എനിക്കൊരു 500 രൂപ എന്ന് സഹായിച്ചാല് ഞാൻ ഈ ശല്യത്തിന് എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞോളാം. നിനക്കിത് വേണം. നീ എന്റെ മുമ്പിൽ കിടന്ന് വിലസിയില്ലേ? എന്തൊക്കെയാ നീ പറഞ്ഞത്? സിംഗപ്പൂര് പോയിട്ട് നീ എനിക്ക് മണി ഓർഡർ അയച്ചു തരാമെന്നല്ലേ? അങ്ങനെ അയച്ചു തരുമ്പോ ഒരു 500 രൂപ കുറച്ച് നീ എനിക്ക് അയച്ചാ മതി. അല്ലാണ്ട് കണ്ട പ്രാന്തി പെണ്ണിന് കൊടുക്കാൻ 10 പൈസ തരില്ല. നീ കൂടെ എന്നെ കൈവിടരുത്. എന്നെ നമ്പി നീ ഇവിടെ നിൽക്കണ്ട. ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ? ബെസ്റ്റ് രാജയോഗം കൊണ്ട് അനുഭവിച്ചോ? എന്താ പിന്നെ ഒരു കാര്യം, ഇന്ന് രാത്രി നീ ഇവിടെ ഇവിടെ കിടത്ത്. എന്നിട്ട് വേണം വല്ല വെട്ടുകത്തിയും കോടാലിയും എടുത്ത് അവളെ എന്റെ വടലിക്ക് വെട്ടാൻ. നിന്നെ കൂടെ താമസിപ്പിച്ചേ ഞാനൊരു വഴിയിലായി. ഇനി വയ്യാവേലും കൂടെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പൂച്ച പട്ടിയല്ലോടാ. നീ എന്ത് പറഞ്ഞാലും ശരി, ഇന്ന് രാത്രി ഇവിടെ ഇവിടെ താമസിപ്പിച്ചേ പറ്റൂ. നാളെ രാവിലെ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. ശരി. എനിക്ക് വിശക്കുന്നു. മക്കൾ ഇവിടെ ഞാൻ പോയിട്ട് അപ്പവും മുട്ടയും വാങ്ങിച്ചോണ്ട് വരാം. 2 ഐസ്ക്രീം. 2 മതിയോ? ഈ തണുപ്പത്ത് തിന്നാൻ നല്ല രസമായിരിക്കും. വേറെ എന്ത് കിട്ടും? വേറെ ആന മുട്ട പുഴുങ്ങിയത് കിട്ടും. വേണോ? അയ്യേ വേണ്ട. പിന്നെ 2 പ്ലാസ്റ്ററും കൂടെ മേടിച്ചോണേ. എവിടെ വായിലൊട്ടിക്കാനാ? എനിക്കിവിടെ വർത്തമാനം കെട്ടിട്ട് ചൊറിഞ്ഞോണ്ട് വരുത്. പല്ലുവേനി 2 ഗുളിയും കൂടെ മേടിച്ചോ. കൊരങ്ങല്ലോ അവൻ ലോ ലവൻ വലിയ ഏറ് വന്നു. കളഞ്ഞ്
എന്റെ അമ്മോ, ഞാൻ കൊണ്ടുപോയി എവിടെ കൊണ്ട് കളഞ്ഞു? ആ മുക്കുരുത്തി മലയുടെ മോളിൽ കൊണ്ടുവിട്ടിട്ട് ഞാൻ ഓട്ടോ അടി. എടാ മഹാഭാവി, ആനയും പുലി ഇറങ്ങുന്ന സ്ഥലമാണ്. ചത്ത നഖം പോലും ബാക്കിയിട്ടില്ല. അതെ സെന്റിമെന്റ്സ് കാണിക്കില്ലേ? നീ ഒറ്റ ഒരുത്തം കാരണം ഞാൻ ഈ കടും ചെയ്ത്. എന്നിട്ട് സഹതാപം പറഞ്ഞാൽ ഞാൻ ചവിട്ടി ഷേപ്പ് മാറ്റി കേട്ടോ. പാമ്പ് കടിച്ചവന്റെ തലയിൽ തേങ്ങ വേണമെന്ന് പറഞ്ഞു. ഇടി വെട്ടിവന്റെ തലയെ പാമ്പ് കടിച്ചെന്ന് പറയടേ. ആ എല്ലാം ഒന്ന് തന്നെ. നീ എനിക്ക് ഇവിടെ ഒന്ന് ഒഴിക്കേ. ഒരു 3 എണ്ണം അടിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങാം. നീ ഇവിടെ വാങ്ങിച്ചോണ്ട് വെച്ചിരിക്കണം ഒഴിച്ചു തരാൻ. അന്ന് ഞാൻ വാങ്ങിച്ചു വെച്ചൊരു ബോട്ടിൽ എവിടെ? അതോ എടേ, ആ പ്രാന്തിപ്പണ്ണി ഇവിടെ നടന്ന ടെൻഷനില്ല, ഞാൻ അടിച്ചു തീർത്തു. എവിടെങ്കിലും പോയി തോലട്ടെ ശവം. മനുഷ്യന് മനസ്സമാധാനമായിട്ട് ഇപ്പോഴാണ് ആഹാരം കഴിക്കാൻ തോന്നുന്നത്. അത് വേണ്ട. പിന്നെ എനിക്ക് വിശ്വാസമില്ല. അയ്യാ, എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചോണ്ട് വന്നാൽ മുഴുവൻ അവിടെ വായിലോട്ട് പോവുമല്ലായിരുന്നു. എനിക്ക് വിശക്കുന്നേ പറഞ്ഞ് കീറുവല്ലായിരുന്നു. ദരിദ്രം. എന്റെ ദൈവമേ, നാളെ ഇട്ടോണ്ട് പോകാൻ ഡ്രൈ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രസ്സാ. ഇതിൽ 6 പൊറോട്ട ഉണ്ട്. 2 പൊറോട്ട നിനക്കും 4 പൊറോട്ട ഇരിക്കും. ഇത് ചിക്കൻ കഷ്ണം നിനക്കും പകുതി ചാറ് എനിക്കും അല്ലേ? ചാറി മുക്കി നക്കിയാ മതി. എടാ എച്ചി എന്നും എച്ചിയാണ്. എടാ ദരിദ്രവാസി എന്നും ദരിദ്രവാസിയാണ്. ദൈവം എന്റെ കൂടെ. തമ്പുരാട്ടിയുടെ കൂടെ റോയൽ സൂട്ടിൽ ഡിന്നറിങ്ങിന് പോയപ്പോ നീ എന്തുവാ എന്നോട് പറഞ്ഞത്? പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. അല്ലടാ പുല്ലേ. അയ്യോ, മുനുസ്വാമി ആയിരിക്കും ഫോട്ടോ മേടിക്കാൻ വന്ന. കൊടു. കളർ പടോ പതിഞ്ഞിരിക്കുന്നുണ്ട്. കൊടു. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല. എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ തിരിച്ചു വന്നെന്ന് അറിയാമോ? ഓടി വരുമ്പോ ഒരു ആന. പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു. ആന എവളെ കണ്ടോടി കാണും. എനിക്ക് വിശക്കുന്നു. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ? അയ്യോ എടി അവിടെ. അയ്യോ, ഞാൻ ഇടാൻ ഡ്രൈ ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന ഷർട്ടാണ്. ചൂടാവരുത്. ഏത് നിമിഷവും പ്രാന്ത പിടിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ ചൂടാകുന്നില്ല. പക്ഷെ തമ്പുരാട്ടിയുടെ നിലപാടെന്താന്ന് എനിക്കറിയണം. ഇത്ര നാള് സഹിച്ചില്ലേ? ഇന്ന് രാത്രിയോടെ സഹിക്കാൻ. ഇപ്പൊ എന്റെ തലയിലൊന്നും വരുന്നില്ല. നാളെ കാലത്ത് എന്തെങ്കിലും ചെയ്യാം. കാലത്ത് എന്ത് ചെയ്യാൻ പോവാണ്? നിവൃത്തിയിൽ ഞെക്കി കൊന്നിട്ട് ഞാൻ ചെയ്തിപ്പോ. അത് നീ എന്ത് വേണോ ചെയ്. ഇപ്പൊ ചാപ്പാട് പുറത്തെടുത്താ മുഴുവനുള്ള അടിച്ചു കയറ്റി കളയും. അങ്ങനെ വല്ല പ്രശ്നമുണ്ടെങ്കിൽ ഇവളെ ഉറങ്ങിയിട്ട് നമുക്ക് എടുത്താ മതി. പ്രശ്നമുണ്ട്. കൊരങ്ങാ കോഴിന്റെ മണം. അത് പുറത്തെവിടെയോ ഒരു കോഴി കറങ്ങി നടക്കണ കണ്ട്. അല്ല, വെച്ച കോഴിന്റെ മണം. അത് ഏതെങ്കിലും ഹോട്ടലിൽ കറി വെച്ചോണ്ടിരുന്നപ്പോ ഇറങ്ങി ഓടിയതായിരിക്കും. അതാണ് വെച്ച മണം അല്ലേ? പോയി കിടന്നു ഉറങ്ങു വേട്ടെ പ്ലീസ്. നല്ല എരി. വാ ഇന്ന് വാ. കൊച്ചു ബാക്കിയുണ്ട്. കുരങ്ങിന് വേണോ? എവിടെ അസുഖം എനിക്ക് മനസ്സിലായി. ആർത്തി മൂത്ത് പ്രാന്തായതാണ്. ഞാൻ എപ്പോഴേ പറഞ്ഞില്ല ഇവിടെ കൊയ്യുണ്ടെന്ന്. ഈ കുരങ്ങിന് എപ്പോഴും നുണയെ പറയൂ. എടി മൂദേവി, ഞാൻ കുരങ്ങനല്ലടി, ചിമ്പൻസിയാണ്. ചിമ്പൻസി. അതിന് കലി വന്ന് എന്തൊക്കെ ചെയ്യുമെന്നറിയോ? കടിക്കും, മാന്തം, പിച്ച് ചെയ്ത് കീറും. എന്നെ വിടറാ. അയ്യോ, എനിക്ക് വിശക്കുന്നേ. നിനക്ക് പൊറോട്ടയും ചിക്കനും ഞാൻ വാങ്ങിച്ചോണ്ട് തരാം. അവിടുന്ന് പാതിരാക്കി നിന്റെ അച്ഛനുണ്ടാക്കി വെച്ചിരിക്കുന്ന പൊറോട്ടയും ചിക്കനും. മിക്കവാറും ഞാനിന്ന് വിശന്ന് ചാവും. അങ്ങനെ സംഭവിച്ച എന്റെ ശവന്തി എവക്കിട്ട് കൊടുക്കണം. ആർത്തി പണ്ടാൽ അത് തീർത്തോളും. ഈ നിമിഷം നീ എവിടെ വിളിച്ചോണ്ട് ഇവിടെ ഇറങ്ങണം. ഈ തണുപ്പത് ഞങ്ങൾ എങ്ങോട്ട് പോകാനാ? നീ ഏത് കോത്താഴ്ത്തപ്പോ? ഞാൻ പറയുന്നത് നീ ഒന്നും പറയണ്ട. നീ എന്നൂടെ താമസിക്കുന്ന പ്രശ്നമേ ഇല്ല. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഒന്നും പറയണ്ട. നീ ഇവിടുന്ന് ഇറങ്ങണോ അതോ ഞാൻ ഇവിടുന്ന് ഇറങ്ങണോ? നീ ഇത് കണ്ടോടെ? കണ്ടു. പിന്നെന്തോടെ
ചോദിച്ചോണ്ടിരിക്കുന്നത്. വിളിച്ചോണ്ട് ഇറങ്ങണേ ഇതിനെ. ഇറങ്ങ്. ഇറങ്ങാൻ. ഇറങ്ങണേ. അയ്യോ വിളിച്ചോണ്ട് പോടായി മറക്കണത്തിന്. എന്നെക്കാളും 1-2 വയസ്സ് മുതിർന്നവർ. നിജാദ്, മജീദ്. നമ്മുടെ ഗ്യാങ്ങിന്റെ പേര് സ്മാർട്ട് ബോയ്സ്. ഒന്നും ഞങ്ങൾക്കൊരു പ്രശ്നമില്ലായിരുന്നു. ബൈക്കിന് ബൈക്ക്, പണത്തിന് പണം, ചെലവ് മുഴുവൻ ഏറ്റെടുക്കാൻ ഒരാള്. മജീദ് ഗൾഫിൽ ജോലി ചെയ്തിരുന്ന കുഞ്ഞുട്ടിയുടെ മകൻ. സാമ്പത്തികമാനതിനു ശേഷം കുഞ്ഞുട്ടി സേതറപ്പള്ളിയിലേക്ക് തിരിച്ചു വന്നു. ഇപ്പൊ ചായക്കട നടത്തുന്നു. പക്ഷെ അന്ന് മജീദ് തലശ്ശേരിന്റെ രാജകുമാരനായിരുന്നു. മജീദിന്റെ സ്വപ്നങ്ങളിലെ രാജകുമാരി ഫാത്തിമ. ഓന്റെ പേരെന്താടാ? ഓനെ വെറുതെ വിടാൻ പാടില്ല. നമുക്കോനെ പൊക്കണം. സെയ്താർ പള്ളിയിലെ പെണ്ണിനെ അങ്ങനെ പുറത്തുനിന്നൊരുത്തം വളക്കണ്ട. അങ്ങനെ സംഭവിച്ച പിന്നെ നമ്മുടെ അങ്ങനെ സ്മാർട്ട് ബോയ്സ് എന്ന് വിളിച്ചിട്ട് എന്താ കാര്യം? അല്ലേ വിനോദേ? ശരിയാ, സ്മാർട്ട് ബോയ്സ് ഉള്ള പേര് മാറണം. ഒരുമാതിരി തൊട്ടി പേരല്ലേ? അതല്ല, ഓനെ പൊക്കുന്ന കാര്യം. ആ കൃഷ്ണ 3 കർച്ചീഫ് വേണം, വലുതെടുത്തു. മുറുക്ക കെട്ടിക്കോ, ആളെ അറിയാൻ പാടില്ല. പിന്നെ ഒബ്ലാങ്കത്ത് കടിവീഴാൻ നോക്കിക്കോ. അതെവിടെയാ? തലേന്റെ പുറകിലടാ പത്തി. ഓക്കെ 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 ഓക്കെ. അവിടെ തിരിയുന്നുണ്ട്. ചെന്നിനായത്തിന്റെ പേരും മുട്ടയുടെ വെള്ളയും പിന്നെ എന്തൊക്കെയുണ്ട്, അതെല്ലാം കൂടെ ചേർത്തൊരു സവാരി ഗിരിയുണ്ട്. ചതവിന് ബെസ്റ്റാ. മഞ്ജുവാ? അപ്പൊ ചിഞ്ചുനിങ്ങി വിട്ടാ? മിസ്റ്റർ നായർ, ഇങ്ങള് വിളിക്കണ ഈ പാവം സബ്സ്ക്രൈബർ എന്റെ മയ്യത്തെടുക്കുന്നവരെ നിലവിലിടാ തേണ്ടി. എടഞ്ഞ് ചൂടാവല്ലേ, ഞാനൊരൊറ്റ കാര്യം അറിയാൻ വേണ്ടി വിളിച്ചാന്ന്. എന്താ? ആ അബ്ദുൽ ഖാദറിന്റെ വീട്ടുമതില് ഒപ്പിച്ചില്ലണ്ടാ? നീ എന്തിയാൻ പോവാ?
ഐഷ സോറി ഐഷ, എന്നെ ഇങ്ങനെ പേടിപ്പിക്കണം ഞാൻ കരുതിയല്ല. പക്ഷെ വീട്ടിൽ ഇരിക്കാൻ നിൽക്കാനും പറ്റില്ല. ഇരിക്കുമ്പോ ഛർദിക്കാൻ തോന്നും, നിൽക്കുമ്പോ ഭയങ്കരം വരയ്ക്കും. സത്യം പറയാലോ, എന്റെ അത്ര ഭംഗിയുള്ളൊരു പെണ്ണിന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എന്റെ അമ്മയാണ് സത്യം. ഓ, എന്നെ ഇങ്ങനെ നോക്കല്ല ഐഷ, ഞാൻ മരിച്ചു. ഓ, ഭയങ്കര ആശ്വാസം തോന്നുന്നു. എന്താ പറയാ, ഈ 10-14 ദിവസം ഭക്ഷണം കഴിക്കാത്ത ഒരാളുടെ മുമ്പിൽ ചിക്കൻ ബിരിയാണി വെച്ചാൽ എങ്ങനെയിരിക്കും? അതാണ് എന്റെ അവസ്ഥ. വെള്ളമില്ലാതെ ഊണവർക്കില്ലാതെ ഒരു 100 വർഷം പിന്നെ ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റും എനക്ക്. അങ്ങനൊന്നും പറ്റില്ലായിരിക്കും, പക്ഷെ എനിക്കിപ്പോ അങ്ങനെയൊക്കെ തോന്നുന്നു. എന്റെ വീട്ടുകാർ വന്നതിന് തരുന്നതിന് മുമ്പ് ഞാൻ പറയാം. I love you, Aisha. ഇപ്പൊ ഇങ്ങോട്ടൊന്നും പറയണ്ട. നന്നായി ആലോചിച്ച് ഒരുപാട് സമയമെടുത്ത് ഇഷ്ടമെന്ന് മാത്രം പറഞ്ഞാൽ മതി. ലോഗൻസ് റോഡിൽ ചെരുപ്പട നടത്തുന്ന ജമാലിനെ നിനക്കറിയൂടെ? ഓൻ ഇംതിയാസിനെ പറ്റി ഒരു കാര്യം എന്നോട് പറഞ്ഞു. എന്ത് കാര്യം? നമ്മൾ അപ്സെറ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെയുള്ള സമയത്ത് മനസ്സ് പതറാണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ഇനി കാര്യം പറയടാ. ഞാൻ പറയാം, നീ ടെമ്പർ തെറ്റാണ്ടിരിക്കുക. അബ്ദു, ഇനി കാര്യം പറ. ഇംതിയാസ് ഓൻ 6 പാക്കാ. വിനോദ, ഇനി ഒന്ന് സമാധാനിക്കുക. സെറീനറിയാലോ നമ്മളോട് വെയിറ്റ് ചെയ്യുന്നത്. ഓറൊന്നിങ്ങ് എത്തട്ടെ. എടാ, ഡീസന്റ് ആയിട്ട് ഇടപെടാൻ ശ്രമിച്ചാണ് എനക്ക് പറ്റി തെറ്റ്. പിന്നാലെ നടന്ന് ഉപദ്രവിച്ചിരുന്നല്ലോ ഞാന്. ഇല്ലാത്ത ആരോഗ്യം കളഞ്ഞ് മതിൽ ചാടി ഓൾഡ് അടുത്തെത്തിയപ്പോ ടേബിൾ ലാമ്പ് കത്തിച്ച് വെച്ച് അട്ട നോക്കിയിരിക്കുന്നു. അപ്പൊ ഞാൻ കരുതി എന്നെ ആലോചിച്ചിരിക്കാന്ന്. അപ്പൊ എനിക്ക് തോന്നി അവൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അല്ലാണ്ട് പിന്നെ ടേബിൾ ലാമ്പും കത്തിച്ച് വെച്ചിരിക്കേണ്ട ആവശ്യം തോൾക്ക് വല്ല ഡിക്റ്റേറ്റീവിലും വായിച്ചിരിക്കും. ഒന്ന് ഐ ലവ് യു പറഞ്ഞതിന്റെ മറുപടി ഇന്ന് വരും നാളെ വരുന്ന കേട്ടപ്പോ സ്മാർട്ട് സിറ്റി വരുന്നു പറഞ്ഞോലേ. ഓ, എനിക്കൊക്കെ സുഖല്ലേ? ഒരു ഭാഗത്ത് ചിഞ്ചു, ഒരു ഭാഗത്ത് മഞ്ജു, 2 സിമ്മുള്ള ഫോണ്. ഇവിടെ ഒരു സിം കാർഡും ഒരു പെണ്ണിനോട് മാത്രം ഇഷ്ടമായിട്ട് നടക്കണമാരൊക്കെ മണ്ടന്മാര്. ഒരു ഇംതിയാസ് അവന്റെ അമ്മൂമ്മയുടെ 6 പാക്കും. കേരളത്തിലെ ആമ്പിള്ളേർക്ക് എന്തിനാടാ 6 പാക്ക്? ഈ മമ്മൂട്ടി മോഹൻലാലൊക്കെ 6 പാക്ക് ഉണ്ടായിട്ടാ? രണ്ടാഴ്ച ജിബി പോയാ എനക്കും വരും 6 പാക്ക്. ഇന്നറിയണം ഓൾക്ക് എന്നെയാണോ ഓനെയാണോ വേണ്ടെന്ന്. 8:30 മണിയായി ഓള് എന്താടാ വരാത്ത? ും
യാഥാർത്ഥ്യവും സ്വപ്നവും തമ്മിൽ വേർതിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. അതിരില്ലാത്ത സന്തോഷം. ഒരുമാതിരി സൈമൻസിന് വിക്കറ്റ് കിട്ടിയ ശ്രീശാന്തിനെ പോലെ ഞാൻ എന്തൊക്കെയോ ചെയ്തു. ഇല്ലെങ്കിൽ എനിക്കിട്ട് കൊള്ളും. ഞാനിവിടുത്തെ മാനേജരാ, ഉത്തമൻ. ആരായിരുന്നാലും ശരിയാ, ഇവ കേൾക്കൂല. ഓഹോ, ഇവനെ ഞാൻ കേൾപ്പിക്കും. ഓ, എന്നാ രക്ഷപ്പെട്ട്. പറഞ്ഞത് കേട്ടോടാ. ഇല്ലെങ്കിൽ എന്റെ കയ്യിലെ ചൂട് നീ അറിയും. നല്ല തണുപ്പാണല്ലോ. തർക്കുത്തരം പറയുന്നോടാ. നിന്നെയൊക്കെ ഞാൻ കാണിച്ചു തരാം. നിങ്ങളൊക്കെ ഇതെവിടെ പോകുന്നു? അല്ല, ആരോ കാണിച്ചു തരാന്ന് പറഞ്ഞ് ഒരെണ്ണം. ഒരെണ്ണമല്ല, രണ്ടെണ്ണം. എന്താ? നിങ്ങളെ കാണിച്ചു തന്നതാ. അല്ല അല്ല മാം സാബ്, യുമാർ നിങ്ങളെ കണ്ടിട്ടേ ഇല്ല. കണ്ടു. നിന്റെ കഴുത്ത് എന്താണ് അവിടെ? ഞാനിവന്റെ കഴുത്തിന്റെ അളവെടുക്കായിരുന്നു. അതൊക്കെ പിന്നെടുക്കാം. ആദ്യം അവന്മാരെ കൊണ്ട് വിടെ. ഓ ചെല്ലടാ. അവന്മാരോട് അങ്ങോട്ട് ചെല്ലാൻ വാ. നിങ്ങളിൽ ആർക്കാണ് ഭംഗിയായി ഷൂ പോളിഷ് ചെയ്യാൻ അറിയാവുന്നത്? എനിക്കറിയില്ല. ദൈവന് ഭംഗിയായിട്ട് ഷൂ പോളിഷ് ചെയ്യാൻ അറിയാം. എന്താ നിന്റെ പേര്? രമണൻ. മരണനോ? നീ ഒരു കാര്യം ചെയ്യ്, ആദ്യം ഷൂ പോളിഷ് ചെയ്ത് പഠിക്കേ. ഉത്തമ, ഇവിടെയുള്ള എല്ലാ ഷൂസും ഈ മരണനെ കൊണ്ട് പോളിഷ് ചെയ്യിപ്പിക്കേ. എന്റെ അമ്മോ, ബാറ്റ കമ്പനി പോലും കാണില്ല ഇത്രയും ഷൂ. ഇതൊക്കെ പഴയതാ. ഇതിൽ ചെയ്ത് പഠിച്ചിട്ട് പുതിയത് തരാം. പിന്നെ കാലുകളിൽ കയറി കുറെ പുറത്തു പോയിട്ടുണ്ട്, അതൊക്കെ തിരിച്ചു വരും. ഇത്രയും ഷൂ റോട്ടിൽ നിന്ന് പോളിഷ് ചെയ്താ ഒരൊറ്റ ആഴ്ചക്കുള്ള ഒരു ബോട്ട് വാങ്ങാൻ പറ്റും. ഏയ്, അത് പറ്റില്ല. നിന്നോട് പറഞ്ഞ പണി നീ ചെയ്യണം. അതും പറഞ്ഞ സമയത്തിനുള്ളിൽ തീർക്കണം. ഇല്ലെങ്കിൽ ബെൽറ്റിൽ അടി കൊള്ളും. ആഹാ, അത്രയ്ക്കായ എങ്കിൽ പറഞ്ഞ സമയത്തിനുള്ളിൽ തീർത്തിട്ടേ ബാക്കി കഴിയുള്ളൂ. പെട്ടെന്ന് തീർത്താൽ ഉടനെ അടുത്ത പണി തരാം. തീരുമ്പോ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത? നിങ്ങളിൽ ആർക്കാ നല്ല ഭംഗിയായിട്ട് അലക്കാൻ കഴിയുന്നത്? അടുത്ത പണി ആർക്കാ? എനിക്ക് ഭംഗിയായിട്ട് അലക്കാൻ അറിയാം. ഇവന് ഒട്ടും അറിയില്ല. ഞാൻ പഠിപ്പിക്കാം. വേണ്ട വേണ്ട, വില കൂടിയ ഡ്രസ്സാ. അറിയാത്തവൻ ചെയ്താ അതൊക്കെ കീറും. പിന്നെ നീ തന്നെ അലക്കിയാ മതി. തുമ്മിക്കോ, നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. എവിടെ അലക്കല്ലേ? അവന്റെ ഒടുക്കത്തൊരു ടൈറ്റാനിക് ഉണ്ടാക്കി കളിക്കലി. എല്ലാം മുന്നിൽ പോട്ടെ. 10 മണിയുള്ള ഉടുപ്പ് കൊടുത്തോണ്ടല്ലേ അവനീ പോസ് കാണിക്കണത്. മര്യാദക്ക് അലക്കണ, ഇല്ലെങ്കിൽ മനീന്ദർ സാബ് നിന്നെ എടുത്തിട്ട് അലക്കും. കാണ കഴിയാനൊന്നും എനിക്ക് പറ്റൊന്നുമില്ല. നഹി നഹി എന്ന് പറഞ്ഞാൽ നഹി. പോടോ ഹേ. ചെല്ലടാ ചെല്ലി, പോയി കാണ കഴുക്. നല്ല വൃത്തിയായിട്ടൊക്കെ കഴുകണേ. കാണല്ല ഖാന. ചപ്പാത്തി ഇല്ലാനായാലും വിളിച്ചത്. ആണാ? എന്റെ അമ്മോ, വിശന്നിട്ട് നിൽക്കാൻ പറ്റണില്ല. വേണ്ട, ഇനി അങ്ങോട്ട് ചെല്ലണ്ട. വേണ്ടാന്ന് പറഞ്ഞിട്ട് തിന്നാൻ ചെന്നിരുന്നാലേ അങ്ങേര് നിന്നെ ചപ്പാത്തി ആക്കി ചുടും. എന്റെ ദൈവമേ, എന്തൊരു ചിറ്റത്. പണിയൊക്കെ എനിക്ക് തീറ്റാവനും. പിന്നെ എന്തെങ്കിലും എല്ലാരും തിന്നു കഴിയട്ടെ. നിന്ന് അലക്ക്. ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല, ചോറാണ് തിന്നണത്. അതുകൊണ്ട് എനിക്ക് ഹിന്ദി അറിയാനും പാടില്ല. അതാണ് കാണാന്ന് പറഞ്ഞപ്പോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. ബസ്സെന്നിട്ട് അലക്കാൻ പറ്റണല്ലേ, ഇത്തിരി ചോറ് തരും. ഓ, ഇതും ഹിന്ദിയാണ്. എനിക്ക് ചപ്പാത്തി നഹി നഹി. എനിക്ക് ചോർ ചോർ ചോർ. ആ ചോർ. ഐ ആം ചോർ, നോ കഞ്ഞി. അച്ചാറെങ്കിൽ അച്ചാറ്. കോഴി മാങ്ങേ. ചോറ് ഇത്ര ദൂരെ കൊണ്ട് വെച്ചേക്കുന്നത്. ഒരാളുള്ള ചോരേ ചോര ചോരേ.
പറ. കാണാന്ന് പറഞ്ഞാ ചപ്പാത്തി, ചോറെന്ന് പറഞ്ഞ ഇടി. ഇതെന്താ ഭ്രാന്തന്മാരുടെ വീടാ? വിവരദോഷികള്. ഇതിവിടെ ഇരിപ്പണ്ട. എടാ നീ അറിഞ്ഞ എന്നാ അടുക്കളയിലിട്ട് ഇടിച്ചടാ? അവിടെയൊക്കെ ഇടിച്ച്. ഇനി അടുക്കളയിലൊന്നും പോണ്ട, ഇവിടെ ഇരുന്നാ മതി. ഇവിടെ കിട്ടും. ഇടിയാ? അല്ല, ഭക്ഷണം. പിന്നെ ഇതെന്ത് പണ്ടാരോട് ഭക്ഷണം? ഇതെങ്ങനെ തിന്നാനാ? ബായി കുറച്ച് ചാറ് തരോ? चार ചാർ ചാർ. ദേ പിന്നെ ഇതാണ്. ഇതെന്താണോ? 1 2 3 4 6 5 6 പേटे की कोट है. ഒന്ന് പോടാ അവിടെ നിന്ന്. നീ കയ്യഴുണില്ലേ? പിന്നെ 24 മണിക്കൂർ അലക്കിക്കൊണ്ടിരിക്കണം ഞാൻ കയ്യഴുക. അത് ഇത് തിന്നാനായിട്ട്. ഇവിടെ അറക്കമില്ല വല്ലോണ്ട് ഒന്ന് അറപ്പിക്കാൻ. ഇന്നത്തെ ഭക്ഷണം കൊള്ളാം, നല്ല മയമുണ്ട്. തിന്ന്. അപ്പൊ ഇതാണല്ലേ പുതിയ 2 പണയൊരുപ്പടികൾ. പക്ഷെ യുവന്മാര് കുഴപ്പമൊന്നുമില്ല മാം സാബ്, നല്ല പിള്ളേരാ. ചപ്പാത്തിക്ക് അച്ചാറാ? ഇതൊന്നും നടക്കൂല. വേറെ കളിയൊന്നുമില്ലേ? ഓഹോ, 5 സ്റ്റാർ ഭക്ഷണം കഴിച്ച് സുഖിക്കാൻ വന്നാണല്ലേ? വേഗം ഇതും കഴിച്ച് ജോലി നോക്ക്. ഞങ്ങൾ മലയാളികൾക്ക് ഈ ഗോതമ്പ് ഷീറ്റ് കഴിച്ചൊന്നും ശീലില്ല. എന്നിട്ട് ഇത് ഇയാളെ കണ്ടോ ഒരു അക്ഷരം മിണ്ടാതിരുന്ന് കഴിക്കുന്നത്? അവൻ എന്തു കൊടുത്താലും ഒന്നും മിണ്ടില്ല, എന്തു പറഞ്ഞാലും കേൾക്കുകയില്ല. എന്താ പൊട്ടനാ? അതെ, പൊട്ടനാ. എന്ന് വെച്ച് അതിന്റെ അഹംഭാവം അവനില്ലട്ടാ. തിന്നെടുത്തോടാ. കൊടുത്തോ, മിണങ്ങിക്കോ. അതുപോലെ മൂന്നങ്ങ് ഹോർലിക്സിൽ പോകാൻ വിറ്റാൽ കൊടുക്കാൻ. എല്ലാം 2 പ്ലേറ്റ് എടുത്തോട്ടാ. എന്റേടാ അത്? തിന്നോ. ഇതാണോ താൻ പറഞ്ഞ മാം സാബ്? ഇതും ഒരു മാം സാബ് തന്നെ. ഞാൻ പറഞ്ഞത് ഇതല്ല, ഇതിനേക്കാൾ വലിയൊരു മാം സാബ് ഉണ്ട്. തന്റെ കൂട്ടുകാരനെ പോലെ തന്നെയാ. നല്ല തീറ്റയാ. അതല്ല, സംസാരിക്കാൻ കഴിയില്ല, പിന്നെ കാത് കേൾക്കാം. ദൈവത്തിന്റെ ഓരോ വികൃതികളെ. പൂജ, ഇങ്ങ് വന്നേ, ഒരു സംഗതി കാണിച്ചു തരാം. വാ, ഒരാളെ ഞാൻ നിനക്ക് കാണിച്ചു തരാം. നീ കാണേണ്ട ആളാ. ദേ ഇയാളാ. ചെവിയും കേൾക്കില്ല, സംസാരിക്കാനും കഴിയില്ല. പക്ഷെ കേൾക്കാനും സംസാരിക്കാനും കഴിയുന്ന ആളെ പോലെ തന്നെയാ പെരുമാറ്റം. തലയൊളി വന്നു പിന്നെ ഞാൻ കൊല്ലില്ല. ഞാൻ സാബിനെ കണ്ടില്ലായിരുന്നു. ഓഹോ, കാണാതെ എത്ര കൃത്യമായിട്ട് ഇവിടെ തന്നെ നീ എങ്ങനെ എറിഞ്ഞു കൊളുത്തറ? ഞാൻ ഇവനെ എറിഞ്ഞത്. ഈ മിണ്ടാപ്രാണിയാണോ നീ എറിഞ്ഞത്? എടാ എറിയടാ, അവന്റെ മോന്തയ്ക്ക് തന്നെ കൊള്ളണം. ഈ ഭാഗത്ത് എറി. അയ്യോ മാരാ ഇവരിൽ ആരുടെ ഭാര്യയുടെ നീ പിടിച്ചത്? അയ്യോ, നീയൊക്കെ കാരണം മറ്റുള്ളവരുടെ ഭാര്യമാർക്ക് പുറത്തിറങ്ങാൻ വയ്യാണ്ടായല്ലോടാ. യവൻ ജാറിനൊന്നും അല്ല, ആരുടെ ഭാര്യ വിട്ട് പിടിച്ചിട്ടുമില്ല. യവൻ ഞങ്ങളുടെ കുറെ പണം കടം വാങ്ങിച്ചിട്ടുണ്ട്. എപ്പ ചോദിച്ചാലും ഇല്ലെന്ന് പറയും. ഇപ്പൊ ഇവന് ലോട്ടറി അടിച്ചിട്ടുണ്ട്. അത് ആ കാശ് കൊണ്ട് മുങ്ങാനുള്ള പരിപാടിയാ. സത്യമാണോ ഈ പറയുന്നത്? അതെ. എത്ര രൂപയ്ക്ക്? ടിക്കറ്റ് പോക്കറ്റിലുണ്ട്, നമ്പർ പത്രത്തിലുണ്ട്, ഞങ്ങൾ കണ്ടതാ. ടിക്കറ്റ് എടുക്കണോ?
ഇത് പഴയതൊന്നും അല്ലല്ലോ. അല്ലാന്ന് പത്രത്തിൽ നമ്പറുണ്ട്. ആ ടിക്കറ്റ് ഇങ്ങിതാ. ഇപ്പൊ തന്നെ ലോട്ടറി ഓഫീസ് കൊടുത്ത് കാശ് വാങ്ങി ഞങ്ങളുടെയൊക്കെ കാശ് എടുത്തതിന് ശേഷം ബാക്കി അവർ കൊടുത്താൽ മതി. പക്ഷെ ജപ്പാനിൽ ലോട്ടറി അടിച്ചാലുണ്ടല്ലോ ഈ ജാതി തരികടന്ന് അവിടെ നടക്കില്ല. കടം മേടിച്ച് അവിടെ തിരികെ കൊടുക്കുക വേണ്ട. ജപ്പാനി അച്ഛനെ അളിയാന്നാണ് വിളിക്കുന്നത്. അങ്ങനെയാണോ തന്റെ തന്തയെ താൻ വിളിക്കുന്നത്? മര്യാദയ്ക്ക് കാശ് കൊടുക്കുന്നോ അതോ? എന്റെ പൊന്നുണ്ണിച്ചാ ഞാൻ പറയുന്നത് മുഴുവനൊന്ന് കേക്ക്. നീ ഒരു പുല്ലും പറയണ്ട, പറഞ്ഞോക്കെ മതി. ആ നിങ്ങൾക്ക് എത്ര രൂപ തരണ്ട്? എനിക്ക് 17,000. എനിക്ക് 14,000. എനിക്ക് 25,000. ബാക്കിയുള്ളവർക്കെല്ലാം ചേർത്ത് 50,000. ഈ ടിക്കറ്റ് ഞാൻ ക്യാഷ് ചെയ്യും. അയ്യോ അച്ഛാ അതൊട്ടും ശരിയാവില്ല. അതെ ശരിയാവും. ആ നിങ്ങൾക്ക് കിട്ടാനുള്ള തുകയുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഞാൻ പിടി വിടറ. എല്ലാവരും മറ്റന്നാ രാവിലെ എന്റെ വീട്ടിൽ വരിക. കാശ് ഞാൻ തരും. അയ്യോ ഞാൻ പറയുന്നത് നീ ഒന്നും പറയണ്ട പുല്ലേ. ഉണ്ണുണ്ണിച്ചായം പറഞ്ഞാൽ ഞങ്ങൾക്ക് സമ്മതം. ആ ഓക്കെ, എല്ലാരും പൊയ്ക്കോളൂ. ആ വാ പോ. ഞാനില്ലായിരുന്നെങ്കിൽ അവന്മാരെല്ലാരും കൂടി നിന്റെ ജപ്പാനെ ഇടിച്ച് ഹിറോഷിമ ആക്കിയാനെ. അതുകൊണ്ട് നിന്റെ ജീവൻ രക്ഷിച്ചേനെ. കിട്ടുന്നേ പാതി ഞാൻ എടുക്കും. ബാക്കി കടം വീട്ടിട്ട് വല്ല ഉണ്ടെങ്കിൽ എനിക്ക് തരും. എന്തായാലും ഇത്രയൊക്കെ ആക്കിയ സ്ഥിതിക്ക് ഇനി ഉണ്ണുണ്ണിച്ചാന്റെ ഇഷ്ടം. ഓക്കെ, എത്ര രൂപയാണോ ഫസ്റ്റ് പ്രൈസ്? ഫസ്റ്റ് പ്രൈസ് 50 ലക്ഷം. കിട്ടിയത് 10 രൂപയാ. ഏറ്റവും അടിയിലുണ്ട് ഒറ്റയക്കം. നോക്ക്. അണ്ണന് ആരാ എവിടുന്ന എന്ത് വേണം എന്താ കാര്യം? ലാസർ പാലയെന്ന് ഒരു കാപ്പ് ഓടിക്കണം. എന്റെ ഭാര്യ ഒന്ന് കാണണം. അണ്ണ അവളൊന്ന് വിളിക്കാമോ? ഒന്ന് വിളിയെന്നാ. ഇയാളുടെ ഭാര്യ ഇവിടെ എന്ത് പണി ചെയ്യണേ? ഇവിടെ അവള് ഭാര്യയുടെ പണി തന്നെ ചെയ്യുന്നത്. പോക്കൃത്തരം പറയുന്നുണ്ടോ? കാണിക്കല്ലേ. വല്ലവന്റെ ഭാര്യ ഒളിച്ചു താമസിക്കുന്നതാണോ പോക്കൃത്തരം? ഇവിടത്തെ കൊച്ചുമാലയുടെ ഭാര്യയും കൊച്ചുമായിട്ട് താമസിക്കുന്നത് എന്റെ ഭാര്യയും കൊച്ചുവാ. അത് സാറേ ജയമോളെ ഓടുകേ. കണ്ടിട്ടൊരു അവലക്ഷണം പിടിച്ചവനെ പോലുണ്ടല്ലോ. തനി അതെന്റെ അച്ഛന്റെ കുഴപ്പ. താൻ വലിയ ക്രോസ് സാരം നടത്തണ്ട. മര്യാദക്ക് എന്റെ ഭാര്യ കൊച്ചിനും വിളി. താൻ ആരോടാണോ? ഉടക്കാൻ നിൽക്കണ്ട. ഡാഡി പറഞ്ഞത് ശരിയാണ്. കണ്ടാലറിയാൻ ചെറ്റയാണെന്ന്. ഇവന്മാരായിട്ടൊക്കെ സംസാരിക്കുന്ന നമ്മുടെ അന്തസ്സിനെ പറ്റിയതല്ല. നിന്നെ വിളിക്കാം. അവളെ വിളിച്ചേ. അവള് വരട്ടെ. ഇറങ്ങി മാടി. ഇറങ്ങി വരാൻ. ദ്രോഹി, വഞ്ചകി, ചതിച്ചി. എവിടെ എന്റെ കൊച്ച്? എവിടെ? നിങ്ങളാരാ? ഞാൻ ആരാണ് അറിയില്ലല്ലേ? സൂക്ഷിച്ചു നോക്ക്. കോട്ടയം സെന്റ് മേരീസ് പള്ളിയിൽ 1990 ജനുവരി 9 മാതാവിന് സാക്ഷി നിർത്തി നിന്നെ താലി കെട്ടിയ കോർപ്പറേഷൻകാർക്ക് ലാസറിന്റെ മുഖത്ത് നോക്കി നിങ്ങൾ ആരാണെന്ന് ചോദിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നിരി? നിന്റെ ചാന്തിനും പൊട്ടിനും ക്യൂടെക്സിനും പോലും എന്റെ ശമ്പളം തികയില്ലെന്ന് പറഞ്ഞ് നീ വീട് ഇറങ്ങിയപ്പോൾ വളത്തിനേക്കാൾ വലിയ വില സ്നേഹത്തിനുണ്ടെന്ന് മനസ്സിലാക്കി നീ എന്റെ വീട്ടിൽ തിരിച്ചു വരുന്ന നാളെ പ്രതീക്ഷിച്ച് ആ പൂമുഖപ്പുഴയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ നിനക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നു. നാട് മുഴുവൻ എന്നെ എന്റെ കുഞ്ഞിനെ തേടി, നിന്നെയും നിന്റെ കുഞ്ഞിനെയും തേടി ഇവിടെ കാണാൻ വന്നപ്പോ ഇത്ര ക്രൂരമായി നിങ്ങൾ ആരാണെന്ന് എന്റെ മുഖത്ത് നോക്കി നീ ചോദിക്കുന്നത് ഒരിക്കലും വിചാരിച്ചില്ല. ഇവിടെ ചെവുക്കുറ്റി നോക്കി ഒരു ഒറ്റ ആക്കിയിരുന്നാണ്. എന്റെ നീനെ ശിക്ഷിക്കാനും രക്ഷിക്കാനും അധികാരം എനിക്ക് മാത്രമാണ്. എവിടെ നമ്മുടെ കുഞ്ഞ്? ഒന്ന് കാണാനാണ് ഓടി വന്നത്. പ്ലീസ് പ്ലീസ്. എനിക്ക് ഇയാൾ അറിയാം. കോളേജിൽ വെച്ച് അന്ന് ഇയാളുടെ പേര് മണികണ്ഠനായിരുന്നു അല്ലേ? അതെ. അതിനുശേഷം നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയല്ല ഞാൻ ജാതി മറി ലാസറായത്. വേറെ നല്ല പേരൊന്നും കിട്ടിയില്ലേ മോനെ? അയ്യോ എല്ലാം കള്ളമാ. എനിക്ക് ഇങ്ങനെ ഒരു ഭർത്താവേ ഇല്ല. നീനാ ഇത്ര നീതി ആവരുത് നീ. നിങ്ങൾ കല്യാണം കഴിച്ചതിന് തെളിവ് വല്ലതും ഉണ്ടോ? ഉണ്ട്. മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. മതി മാരേജ് സർട്ടിഫിക്കറ്റ് മതി. അതിൽ കൂടുതൽ തെളിവ് നമുക്ക് വേണ്ടല്ലോ. ഇതല്ലേ ഒരാളെ മനസ്സമാനത്തോടെ കൊല്ലാനും സമ്മതിക്കില്ല. ഇതെന്തോടോ ഇത് ഞാൻ അടുക്കളയിലെ ഹെൽപ്പിലാണ് വെച്ചിരുന്നത്. അങ്ങനെ പറ്റിയതോ? ഇത് മാരേജ് സർട്ടിഫിക്കറ്റ് തന്നെയാണ്. തീരെ കത്തിയിട്ടില്ല. നോക്കിയാൽ മതി. നോക്കിയാൽ മനസ്സിലാവും. അയ്യപ്പ സ്വാമിയാണ് സത്യം. അയ്യപ്പസ്വാമി ജാതി മാറി വെച്ച് നമുക്ക് പഴയ ദൈവങ്ങളെ മറക്കാൻ പറ്റുമോ? ശരി ശരി ശരി. ഞാൻ നിന്റെ ഭർത്താവല്ല, സമ്മതിച്ചു.
പക്ഷെ നീ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. നീ ഒരു പണക്കാരന്റെ ഭാര്യയായിട്ട് ജീവിക്കുന്നത് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ നീ ഇവിടെ വിട്ടിറങ്ങിയത്. നീ സുഖമായി ജീവിച്ചോളൂ. പക്ഷെ എന്റെ കുഞ്ഞ്, എന്റെ സ്വന്തം ചേന അല്ല, സ്വന്തം ചോരയെ പറഞ്ഞ കുഞ്ഞ്, എനിക്കത് വേണം. നിന്റെ ചോര എ പോസിറ്റീവ് ആണോ? ഇമോഷണലായി സംസാരിക്കുന്നതിനിടയിൽ താൻ തമാശ പറയരുത്. താൻ അടുക്കള കാര്യം നോക്കിയാൽ മതി. ഒരുമാതിരി ഇതിന് നടവണ്ട. ശരി, കുഞ്ഞിനെ ഞാൻ തരാം. നിങ്ങൾ കുറെ നേരമായി കുഞ്ഞ് കൊച്ചെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്താ കുഞ്ഞിന്റെ പേര്? പേരിലെന്തിരിക്കുന്നു? ബന്ധത്തിലാണല്ലോ കാര്യം. സ്വന്തം അച്ഛന് കുഞ്ഞിന്റെ പേരറിയായിരിക്കുമോ? അതല്ല, പക്ഷെ സാറൊന്ന് ആലോചിക്കണം. സ്വന്തം കുഞ്ഞിന്റെ പേര് പറഞ്ഞ് അത് സ്വന്തം കുഞ്ഞാണെന്ന് തെളിയിക്കേണ്ടി വരുന്ന ഒരു തന്തയുടെ മനോവേദന. ലോകത്ത് ഒരു അച്ഛന് ഇങ്ങനെ ഒരു ഗതികേട് വരുത്തരുത് ഗുരുവായൂർ. കർത്താവേ, അതേത് കർത്താവാണ്? അണ്ണാന്ന് വിളിച്ചോ, ആണ്ട് വേറൊന്നും വിളിപ്പിക്കരുത്. അപ്പം പേര് പറഞ്ഞ കുഞ്ഞിന് തരും. തരാം. എന്നാ കേട്ടോ, മേരി. മേരി എന്നുള്ള പേരിലൊരു കുട്ടി ഇവിടെ ഇല്ല. മേരി എന്നാണ് ഞാൻ വിളിക്കുന്നത്. എന്റെ കൊച്ചു എനിക്ക് സൗകര്യമുള്ള പേര് വിളിച്ചൂടെ? എന്താ കൊള്ളൂലേ പേര്? നിങ്ങളോട് ചോദിച്ചത് ആ കുട്ടിയുടെ ശരിയായ പേരാണ്. ശരിയായ പേര് മുത്തു. പെൺകുട്ടികൾക്ക് ആരെങ്കിലും മുത്തു എന്ന് പേരിടൂടാ? ഇട്ടൂടെ നിയമമൊന്നുമില്ലല്ലോ. എന്റെ അമ്മയുടെ പേര് പീതാമരൻ എന്നായിരുന്നു. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി നേരെ രൂപയുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചല്ലെന്ന്. എനിക്കറിയാം, ഇവന്റെ അച്ഛന്റെ പേര് ഭവാനിയമ്മ എന്നാ അല്ലേ? മനുഷ്യ ഇവിടെ തീർന്നു നിൽക്കുമ്പോ കളിയാക്കല്ലേ. കുഞ്ഞിന്റെ പേരപ്പ തനിക്ക് അറിയില്ല. എന്താ പിള്ളേർ ആവശ്യമില്ലാത്ത ഒരു സാധനം ഓരോ സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് ഫോൺ ചെയ്ത് എസ് ഐയോടിക്ക് വരാൻ പറ. ഇവനെ ഞാനൊന്ന് ശരിയാക്കും. ഇവനെ ഞാൻ ഹാൻഡിൽ ചെയ്യാം. സത്യം പറയണം. കുഞ്ഞിന്റെ പേര് നിനക്കറിയാം? കുഞ്ഞിന്റെ പേര് പറഞ്ഞാൽ കുഞ്ഞിനെ തള്ള നിനക്ക് വിട്ടുതരാം. പറയണം. കുഞ്ഞിന്റെ പേര് മല. മല മല കുഞ്ഞിന്റെ പേര് മല. മലയോ? പോലീസിനെ വിളി. മലയല്ലടാ, കുന്ന്. കുന്ന് നിന്റെ അമ്മയുടെ 16 അടി നടന്നില്ലേ? ആ കുന്ന് കഴുത, മഴ കഴുത. അത്ര വലിയ വായൊന്നും അടിക്കണ്ട. പറഞ്ഞപ്പോ മുഴുവൻ പറയണമായിരുന്നു. എന്ത് പറയണം? ആര് പറയണം? നീ പറയണമായിരുന്നു. കൊച്ചിന്റെ തന്തയായിട്ട് അഭിനയിക്ക് നീയല്ലേ പറഞ്ഞത്. അപ്പൊ കൊച്ചിന്റെ പേരും പറയണമായിരുന്നു. പച്ച കള്ളനാടി, ഞാൻ ഇവിടെ കണ്ടിട്ട് പോലുമില്ല. ഓ, അങ്ങനെ എന്നെ മാത്രം കള്ളനാക്കിയിട്ട് നീ രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട. എടാ, ഈ പെണ്ണിന്റെ ഭർത്താവായിട്ട് അഭിനയിക്കാൻ 50,000 തരാം. നീ ടെലഗ്രാം ചെയ്താൽ ഞാൻ വന്നു. 5 വർഷം ഞാൻ ടെലഗ്രാം അടിച്ചിട്ട്. 5 വർഷം നീ ആർക്കടിച്ച്? നിന്റെ അച്ഛൻ ചെത്തപ്പോ കൺഗ്രാജുലേഷൻ ടെലഗ്രാം അടിച്ചതാ. എവനാണ് ഫ്രോഡ്? സത്യം ഞാൻ പറയും. ഞാനും നീനെ ഒരു കാലം എവര് തമ്മിൽ പ്രേമമായിരുന്നു. എവർ ഗർഭിണിയായപ്പോൾ അത് കലക്കാൻ വേണ്ടി നീനനുസരിച്ചില്ല. തട്ടിക്കളയുന്നവരെ അവൻ ഭീഷണിപ്പെടുത്തി. എന്നിട്ട് ഏറ്റില്ല. അവൾ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തുമെന്ന് പറഞ്ഞു. ഇവൻ അന്ന് മുങ്ങി. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ കാണുന്നത് എന്താണ്? സാറേ, ഈ കുഞ്ഞ് അവന്റെ തന്നെയാണ്. ജയിലിൽ വിളിച്ചെന്നെ തുട്ടിക്കൊല്ലം. അവര് കയറി വിളിക്കാൻ പറഞ്ഞാൽ ഞാൻ കൊല്ലും. കോഡ് ഡി. കോഡ് ഡി.
മോനെ കലക്കി. നിന്റെ ഈ റിസപ്ഷൻ കൂടി കഴിഞ്ഞ് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടതാ. അതെ ചേട്ടായി, ഇന്ന് രാത്രി തന്നെ ഞാൻ സെറീനോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ പോവാ. ഞാനും ചെറുതായിട്ടൊന്ന് നന്നാവാൻ തീരുമാനിച്ചു. ഫ്രണ്ട്സ് ആയാലും ഇങ്ങനെ തന്നെ വേണം, എപ്പോഴും ഒരുമിച്ച് തന്നെ നിൽക്കണം. പിന്നെ മിസ്റ്റർ മുകുന്ദൻ, ഞാൻ നിങ്ങൾക്കൊരു ചെറിയ സർപ്രൈസ് തരാൻ പോവുകയാണ്. പ്ലീസ്. യാദൃശ്ചികമായിട്ടാ ഞാൻ ഇന്നലെ വൈഫിനെ കണ്ടത്. വിവാഹത്തിന് ക്ഷണിക്കുകയും ചെയ്തു. മാനസിക പ്രശ്നമുള്ളവർക്ക് സാമൂഹ്യ അംഗീകാരമാണ് വേണ്ടത് മിസ്റ്റർ മുകുന്ദൻ. താനങ്ങോട്ട് ചെന്ന് ഭാര്യയെ സ്വീകരിച്ചിരുത്ത്. എങ്ങോട്ടാ നീ മുങ്ങണത്? അവളെ നിന്റെയും കൂടെ ഭാര്യ. അത് ചേട്ടത്തിന്റെ മുന്നിൽ അന്ന്, ഇന്ന് ചേട്ടായുടെ മാത്രം ഭാര്യ. ഏതായാലും എന്റെ ഭാര്യയല്ല. എന്റെ ഭാര്യ പാവടെ ഒറ്റയ്ക്ക്. അയ്യോ കുഴപ്പം. അത് നീ അവളെ ഒഴിവാക്കണത് നമ്മുടെ ഒക്കെ ആവശ്യമാണ്. അത് നീ ചെല്ലേ. ജോണേ നിക്കടാ. എന്നെ ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? അത് ഞാനെന്ത് ചെയ്തെന്നാ പറയുന്നത്? ഇനി കൂടുതൽ എന്തോന്ന് ചെയ്യാൻ? ഒന്ന് കൊണ്ടുപോടേ. എന്തിനാണ് ആ ഒന്നോട്ട് കെട്ടിയെടുത്തത്? ഒരു മുൻ ഡി ജി പി ക്ഷണിച്ച വരാതിരിക്കാൻ പറ്റുമോ? നമുക്ക് ഭാവിയിൽ ഇവരെ കൊണ്ടൊക്കെ ഉപകാരമുള്ളതല്ലേ ചേച്ചി? ഇപ്പൊ അസ്വസ്ഥതയൊന്നും അല്ലല്ലോ അല്ലേ? അസ്വസ്ഥതയൊക്കെ ഇപ്പൊ മറ്റുള്ളവർക്കാ. ഒട്ടും ടെൻഷൻ അടിക്കണ്ട, ഞാൻ മാനേജ് ചെയ്തോളാം. വരേച്ചി. സുഖമില്ലാത്ത കുട്ടിയാ, കുറച്ച് ഷോക്ക്. കുടി കേരള ടുഡേയിൽ മോഹചിത്രം അടിച്ചതിന് താങ്ക്സ് ഉണ്ട്. അത് കണ്ടിട്ട് എന്റെ ഭാര്യ പിണങ്ങി അവളുടെ വീട്ടിൽ പോയി. ഈ ബട്ടൺസ് ഒക്കെ രഹസ്യ ക്യാമറകളാണോ ഇനി? അതെ, കേരള ടുഡേക്കാര് ഫോട്ടോ എടുക്കും, അതുകൊണ്ട് ആരെയും ടച്ചാൻ നിൽക്കണ്ട. ഹലോ വിമല, വിമല എവിടെ വയ്ക്കുന്നത്? വിശുദ്ധ അന്തോണിസ് മുന്നിയാള, ഞങ്ങൾ പാപികളാവുന്നു. ഞങ്ങളുടെ പാപഭാരം നീ തന്നെ ഏറ്റെടുക്കണമേ. എക്സ്ക്യൂസ് മീ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ. കാരണം ഇനി പുള്ളിക്കാരന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ. മനസ്സിലായില്ല. അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. അവിടെയല്ല, ദാ ഇവിടെ. എന്ത് ബോഫേ, നമുക്ക് എന്തെങ്കിലും തിന്നിട്ട് പോകാം. ആദ്യം ചെറുക്കനെ പെണ്ണിനെ കണ്ടിട്ട് വരാം. പിന്നെ ആയി കഴിഞ്ഞാൽ ചിക്കന്റെ ചാറ് പോലും കിട്ടൂല. ഹലോ, നിങ്ങളല്ലേ ഈ തീപ്പന്തല്ലോ മിസ്റ്റർ രാജ്ബോസ്? അല്ല. ആണെന്നേ, ഞാൻ പത്രത്തിൽ ഫോട്ടോ ഉണ്ടല്ലോ. അല്ലെന്നെ, നിങ്ങൾക്ക് ആളെ തെറ്റിയതാ. ആള് തെറ്റിയിടുന്നില്ല, താൻ തന്നെ. ഇല്ലെന്ന്. ഒരു മിനിറ്റ് മാറി സംസാരിക്കും. അതിന്റെ ആവശ്യമില്ല, നമ്മൾ ഫാമിലി ആയിട്ട് വന്നതാ. നമുക്ക് ഫാമിലി അതിന്റെ ആവശ്യമില്ലെന്ന് ചാച്ച. ഒരു മിനിറ്റ്, ഒരു ഓട്ടോഗ്രാഫ് കൊടുത്തു. നല്ല ആരാധനയുമായിരിക്കും. ഓഹോ, അപ്പൊ നിന്റെ സെറീനയാണ് അവരുടെ കോമൺ ഫ്രണ്ട്. ചേട്ടായി, എന്റെ ഭാര്യയും നിന്റെ ഭാര്യയും കൂടി ഇപ്പൊ നമ്മുടെ ഭാര്യയെ കാണുമല്ലോടാ. ഓ ചേട്ടായി പ്ലീസ്, ഞാൻ ചേട്ടായുടെ അനിയനല്ലേ. ഞാൻ 6 വർഷങ്ങൾക്ക് മുമ്പ് ചേട്ടായി എനിക്കൊരു ജോലി തന്നു, താമസിക്കാൻ ഒരു വീട് തന്നു. അങ്ങനെയുള്ള ചേട്ടായി തന്നെ എന്റെ കല്യാണ ദിവസം ഡൈവോഴ്സ് നടത്താൻ കാരണക്കാരനാകരുത്. ഞാൻ കാല് പിടിക്കാം, തന്റെ വരെ കാല് പിടിക്കാം. ചേട്ടായി എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഈ ഷോളി കെട്ടി തൂക്കിച്ചാവും. അവർ തമ്മിൽ കേട്ട കുഴപ്പമാവും. നീയൊന്ന് സമാധാനമായിട്ടിരിക്കേ. വിളിച്ചോണ്ട് പോ, ഞാനൊന്ന് ഹാൻഡിൽ ചെയ്ത. നമുക്ക് അപ്പുറത്ത് മാറി നിന്നറിയാം. കൃഷ്ണേന്ദു, ഓക്കെടാ കുട്ടാ. രാജ്ബോസ് ഞാൻ അല്ലാന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ആണെന്നെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ എന്നെ കൊന്നു കളഞ്ഞനെ. അളയെന്ത് ഇവിടെ? അതെ, മൂന്നേട്ടനെന്താ ഇവിടെ? കല്യാണത്തിന് വന്നത്. അല്ല, നിങ്ങളെന്താ ഇവിടെ? ഇത് എന്റെ ഫ്രണ്ടിന്റെ കല്യാണം ആണോ? ചെക്കൻ എന്റെ ക്ലോസ് ഫ്രണ്ടാ. അല്ല, അതിന് മൂന്നേട്ടൻ അവിടുത്തെ കല്യാണത്തിന് പോകുന്നല്ലേ പറഞ്ഞത്? അതെ, ഞാൻ അവിടുത്തെ കല്യാണത്തിന് പോയാലും നീ ഇവിടുത്തെ കല്യാണത്തിന് വന്നാലും എല്ലാ കല്യാണം തന്നെയല്ലേ. പക്ഷെ ഞാൻ അവിടുത്തെ കല്യാണത്തിന് പോകുന്നത് നിനക്ക് ഇഷ്ടമല്ല എന്നുള്ള എനിക്കറിയാം. എന്ത് ചെയ്യാം, മനം പോലെ മംഗല്യം നല്ലേ കാർന്നവര് പറയാറ്. മുകുന്ദേട്ടൻ വലിയ തമാശയൊക്കെ പറഞ്ഞു തുടങ്ങിയല്ലോ. പിടിച്ചു നിൽക്കണ്ടേ? ഒരു മിനിറ്റ് വന്നേ. ശരിക്കും ഇവിടെ എത്ര കല്യാണം നടക്കും? അതെ, നമുക്ക് അത്യാവശ്യമായിട്ട് വീട് വരുന്നു പോണം. അയ്യോ, എന്ത് പറ്റി? അത് പിന്നെ നീ മുന്നിലത്തെ കഥ അടയ്ക്കാതെ ഇല്ലടി വന്നത്. അതിന് ഞാനല്ലേ കഥവും കൂട്ടി ചാച്ചിയുടെ കയ്യിൽ താക്കോല് കൊടുത്തത്. അതല്ലടാ മണ്ടാ ഞാൻ ഉദ്ദേശിച്ചത്, ഇവള് ഗ്യാസ് അടയ്ക്കാൻ മറന്നുപോയിന്ന്. 3 ദിവസമായി ഗ്യാസ് തീർന്നിട്ട് അത് എടുത്തോണ്ട് കൊടുക്കാത്തോണ്ട് ചാച്ചി ഇങ്ങ് അറ്റം വരെ എന്നെ തെറിവിളിയായിരുന്നു. ഞങ്ങൾ ഭാര്യ ഭർത്താവും സംസാരിക്കുന്നിടത്ത് നിനക്കെന്താ കാര്യം? പോയോടുന്നു ഒന്ന്. ഇങ്ങനെ ഉണ്ട് അളിയന്മാര്. അതെ, ശ്രേയ അവിടെ നിന്നുകൊണ്ടാണ് ഞാൻ എല്ലാം തുറന്നു പറയാത്തത്.
നമുക്കൊന്നും വരാൻ പറ്റിയൊരു കല്യാണം അല്ലത്. അതെന്താണെന്ന് വെച്ചാല് ഞാനത് എങ്ങനെയാ നിന്നോട് പറയാ. പെണ്ണിന്റെ അച്ഛനെ വേറൊരു സെറ്റപ്പ് ഉണ്ട്. അതറിഞ്ഞിട്ടാണോ എന്താണെന്നൊന്നും അറിയില്ല. കള്ള ഇന്നലെ രാത്രി വേറെ ആളുടെ കൂടെ ഓടിച്ചോടിപ്പോയി. അത് പിന്നെ ആരൊക്കെയോ തിരിച്ചു പിടിച്ചോണ്ട് വന്നു എന്നൊക്കെയാണ് പറയണത്. എന്തായാലും ദൈവമാണ് ഇപ്പൊ നിന്നെ എന്റെ മുമ്പിൽ കൊണ്ടെത്തിച്ചത്. നമുക്ക് പോയേക്കാം. അയ്യോ പാവം കുട്ടി. അച്ഛനും അമ്മയും തെറ്റിയതിന് ആ കുട്ടി എന്ത് പഠിച്ചു? ഞാനിത് എന്തായാലും കൊടുത്തിട്ട് വരാം. അയ്യോ എന്താ അറിയില്ല, നെഞ്ചുവേദന. അയ്യോ കല്യാണ വീടാണ്, വെറുതെ ഒച്ച വെച്ച ആളെക്കൂട്ടല്ലേ. നെഞ്ചിനകത്തൊരു വേദന. ഞാൻ അന്നേ പറഞ്ഞില്ല ഇത് പന്നപ്പനിയാ. അയ്യോ ഇത് അതൊന്നും അല്ല. പിന്നെ ഇത് പിന്നെ ഒരു തരിപ്പ് ഒരു വിറയലും. അതിനാലെയും വിറയ്ക്കുന്നൊന്നുമില്ലല്ലോ. ഇതിന്റെ പേര് പിന്നെ വിറയലിനല്ലടാ. വിറയ്ക്കുന്നുണ്ട് ചേച്ചി. അയ്യോ നമുക്ക് വേഗം ആശുപത്രി എന്നാ പെട്ടെന്ന് നാട്ടിൽ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോവാം. നല്ല ചിക്കൻ ചേച്ചി, ഈ നീളമുള്ള പീസുകൾ. ചുമ്മാ അളിയന് വിറയിൽ വരാൻ കണ്ട സമയം. ഒരു ചിക്കൻ. അത് ഞാന് വേണ്ട, ഡോക്ടറോട് കള്ളം പറയരുത്. അത് മഹാകള്ളനായ ഡോക്ടറോട്. അല്ല, ഒരു പ്രത്യേക സിറ്റുവേഷനിൽ എനിക്ക് നെഞ്ചുവിനെ അഭിനയിക്കേണ്ടി വന്നു. ഞാൻ ചെയ്യുമ്പോൾ തന്നെ അല്ലേ? ഭർത്താക്കന്മാരുടെ പ്രശ്നങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം. അതിരിക്കട്ടെ, ദിവസവും ഭാര്യയെ പേടിക്കാതെ 2 ലാർജ് അടിക്കണമെന്നുണ്ടോ? തുറന്നു പറഞ്ഞോളൂ. വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ കുറിച്ച് തരാം. ആഹാരത്തിന് മുമ്പ് 2 ലാർജ്. പിന്നെ നമ്മ പറഞ്ഞാലും ഭാര്യ ഓർമ്മിപ്പിച്ചൊഴിച്ചു തരും. എന്റെ ചക്കര ചെയ്യുമ്പോളേ ചക്കരെ. എന്റെ ഭാര്യ കല്യാണം കഴിഞ്ഞ് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ എന്റെ തിരക്കിനിടയിൽ ഭദ്രകാളിന്റെ പേര് ഞാൻ മറന്നുപോയി. നിന്റെ പേരെന്താണെന്ന് ഭാര്യയോട് ചോദിക്കാൻ പറ്റുമോ? പിന്നെ ചക്കരയെ മുത്തയെ തേനെ കുറിച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അവള് ഹാപ്പി, ഞാൻ ഹാപ്പി. ഒരു ഹാപ്പി ഹസ്ബൻഡ് ആകുന്നതിന്റെ പിന്നിൽ ഇതുപോലെ ഒരുപാട് ത്യാഗങ്ങളുണ്ട്. നിങ്ങളുടെ നെഞ്ചുവേദന ഞാൻ ഹാൻഡിൽ ചെയ്യാം. പക്ഷേ ഒരു ബ്രിഡ്ജ് ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. എന്ന് വെച്ചാൽ എനിക്കും ഗുണം വേണം. ഇതൊരു ബിസിനസ് ആണേ. ഇനി ഭാര്യയെ വിളിക്കാം. മാഡം വരൂ. എങ്ങനെയുണ്ട് ഡോക്ടർ? എങ്ങനെയുണ്ട് കുഞ്ഞേട്ടാ? ഒന്നും സംഭവിക്കില്ല. ഞാൻ കുഞ്ഞേഷിനെ വിളിച്ചോണ്ടാ നിന്നിരുന്നു. കമോൺ മിസ്റ്റർ കുഞ്ഞികൃഷ്ണൻ. കുഞ്ഞികൃഷ്ണൻ ദൈവ. ഈ അസുഖത്തിന് മരുന്ന് യാത്രയാണ്. യാത്ര? ജേർണി. വിദേശയാത്ര പോകാറുണ്ടോ? മറ്റന്നാ ഞങ്ങൾ സിംഗപ്പൂര് പോകുന്നുണ്ട്. മോഹൻദേട്ടൻ അവിടെ എഡിറ്റേഴ്സ് മീറ്റ് ഉണ്ട്. സിംഗപ്പൂർ കണ്ട സിംഗപ്പൂർ ഡയറക്റ്റ് പ്ലേസ് ആണ്. മലേഷ്യ പോവും. കഴിയുന്ന നേരത്തെ തന്നെ പോകൂ. അല്ല, ഞങ്ങൾ ഓൾറെഡി സിംഗപ്പൂർക്ക് പോവാൻ വേണ്ടി. പേഷ്യന്റ് ഇവിടെ സംസാരം ഹാർട്ടിനെ ബാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബ്രിഡ്ജ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഞങ്ങൾ ഈ മലേഷ്യക്ക് തന്നെ മോഹൻദേട്ട സംസാരിക്കണ്ട, ഡോക്ടർ പറയൂ. ഞാൻ പറഞ്ഞത് അനുസരിക്കാമോ? അനുസരിക്കാം. യാത്ര മലേഷ്യക്കാക്കണം. അവിടുത്തെ കാറ്റിന് ഔഷധ ഗുണമുണ്ട്. അവിടുന്ന് സിംഗപ്പൂർക്ക് റോഡ് മാർഗം പോകാമല്ലോ. ഹോട്ടലൊക്കെ വളരെ ചീപ്പാ. അവിടെ ഡോർസാഡ് ബീച്ച് റിസോർട്ടിൽ തന്നെ താമസിക്കണം. അതെന്തിനാ ഞങ്ങൾ അവിടെ തന്നെ താമസിക്കും? സംസാരിക്കണ്ട, ഡോക്ടർ പറയൂ. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററിയാ. ടാക്സി ഹോട്ടലിൽ നിന്ന് അറേഞ്ച് ചെയ്ത് തരും. അവിടെ 1 മിസ്റ്റർ ധർമ്മപാലനുണ്ട്. ഈ കാർഡ് കാണിച്ചാൽ മതി, ഡിസ്കൗണ്ട് തരും. നാളെ തന്നെ പോയിക്കോളൂ. ഈ ഹോട്ടലിൽ തന്നെ താമസിച്ചില്ലെങ്കിൽ പിന്നെ ഹാർട്ട് അടിച്ചു പോയി എന്ന് പറഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല. അയ്യോ, ഡോക്ടർ പറയുന്നത് പോലെ തന്നെ ചെയ്തോളാം. ഞങ്ങൾ അവിടെ തന്നെ താമസിക്കണം എന്നുള്ള ബ്രിഡ്ജ്. അപ്പോൾ ഹൃദയരക്ഷയ്ക്ക് മലേഷ്യയുള്ളൂ ഏക വഴി. പെട്ടെന്ന് പറഞ്ഞോളൂ. വിഷ് യു ഹാപ്പി ജേർണി.